നമ്മുടെ തട്ടേക്കാട് പള്ളിയിലായിരുന്നു പരിപാടി. അപ്പോൾ ഇതെല്ലാം കയറി ചെന്നിട്ട് ഞാൻ അപ്പോൾ ഒരു ഐറ്റം സലിംകുമാർക്ക് എൻ്റെ മെയിൻ കളിപ്പിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. ഞാൻ അപ്പോൾ അവരെ പഠിപ്പിച്ചു കൊടുത്തത് അത് ഇത്തിരി ഞാനാണ് ഒരു വേലക്കാരൻ്റെ വേഷമായിരുന്നു. അവിടെ കളിച്ചിട്ട് ഭയങ്കര രസമായിരുന്നു അത്. ഇവർ നന്നായിട്ട് എന്നെ സപ്പോർട്ട് കേട്ടാ. അപ്പോൾ എന്നോട് പറഞ്ഞ് അത് കൊള്ളാട്ടാ, നീ ഒരു ഐറ്റം ബെസ്റ്റാണ്, ഈ ഒരു ഐറ്റം മാത്രം കളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തൊട്ട് വന്നോ എന്ന് പറഞ്ഞ് എനിക്ക് 125 രൂപയും വെച്ച് തന്ന്. എനിക്ക് പൈസ അല്ലായിരുന്നു, എല്ലാ ദിവസവും വരില്ല. അപ്പം ഷിയാസ്ക ഇടക്കേ വരുള്ളൂ. എനിക്ക് ഷിയാസ്കനെ കാണാമല്ല. അങ്ങനെ പെർമനൻ്റ് ആയ അവിടെ എല്ലാവരുമായിട്ട് ഭയങ്കര മിങ്കിളായി. പിന്നെ എല്ലാ ഐറ്റത്തിലും ഉണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു മെയിൻ ഐറ്റം അവരുടെ എല്ലാ ഐറ്റത്തിലും ഇൻക്ലൂഡിങ് ചെയ്ത് വന്ന്. പിന്നെ ഷിയാസ്ക വരുമ്പോൾ എല്ലാ ഐറ്റം പുള്ളി ലീഡ് ചെയ്ത് കളിക്കണമല്ലോ, ലീഡ് ചെയ്ത് കളിക്കണം. കാരണം അങ്ങനെയാണ് ജനങ്ങൾക്ക് ആവശ്യം. അപ്പം ഞങ്ങൾ മാറി നോർത്ത് സൈഡിലാകാനും ഷിയാസ്കയുടെ ഐറ്റം കണ്ട് ഇങ്ങനെ നിൽക്കും. അന്ന് ഭയങ്കര ഇതാണ് സിനിമാ നടൻ്റെ പവറാണ്. സിനിമാ നടനാണ്, ഭയങ്കര ആൾ കൂടും പുള്ളി. അപ്പം ഒരു ദിവസം എൻ്റെ ഐറ്റം അന്ന് മാറ്റി വെക്കും. അപ്പോൾ ഒരു ദിവസം എന്തോ ഒരു കുറവ് വന്നപ്പോൾ എൻ്റെ ഐറ്റം കയറ്റിയപ്പോൾ ഷിയാസ്ക എന്നെ കറക്റ്റായിട്ട് കാണുന്നത്. പിന്നെ ഷിയാസ്ക്ക് പൊതുവേ ഇത്തിരി മടിയുള്ള ആളാണല്ലോ. അപ്പോൾ ഷിയാസ്ക്ക് അടുത്ത പരിപാടിക്ക് ചെല്ലുമ്പോൾ നീ ആയിട്ട് എൻ്റെ മറ്റേ കൊണ്ട് നീ ഒന്ന് കളിച്ചോ, ഒന്ന് നോക്കി ഒന്ന്. അയ്യോ ഞാനില്ല, നീ കളിച്ചു നോക്കെന്ന് പറയും. അത് കളിക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാം, ഇനി നീ അത് കളിച്ചാൽ മതി. ഷിയാസ്ക്ക് അങ്ങനെ കുറേ ഐറ്റങ്ങൾ. അതാണ് ശരിക്കും പറഞ്ഞാൽ കേരളം മൊത്തം ഞാൻ കളിക്കണത്. കാസർഗോഡ്, തിരുവനന്തപുരമൊക്കെ കാണാൻ തുടങ്ങിയത് അത് വെച്ചാൽ. അതിക്കുമ്പോൾ ഒന്നും ഞാൻ ബസ്സിനൊന്നും പോയിട്ടില്ല, തിരുവനന്തപുരത്തും പോയിട്ടില്ല, കാസർഗോഡും പോയിട്ടില്ല, എങ്ങും പോയിട്ടില്ല.